ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കരുണയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലാണുള്ളത്. ഉണ്ണിയും പ്രതാപനും ആണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനകളൊക്കെയാണ്. കരുണേനെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും രക്ഷിച്ച് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡോക്ടറും നഴ്സൊക്കെ കടന്നു വരുന്നത്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നമുക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല, കരുണേനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം, ഞങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ട് ഞങ്ങൾ കരുണേനെ രക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഉണ്ണിയും പ്രതാപനൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ചെന്ന്, കാരണം അത്രയും ആഗ്രഹിച്ചിട്ടാണ് കരുണയ്ക്കൊരു കുഞ്ഞിനുണ്ടായത്. ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇല്ലാതായി പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അപ്പം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അമ്മേനെയും കുഞ്ഞിനെയും ഒരുപോലെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അമ്മേനെ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടാണ് ഞങ്ങൾ അമ്മേനെയും രക്ഷിക്കുന്നത്, കുഞ്ഞിനെ എന്തായാലും രക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഉണ്ണി പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്കെതിരെ ഒന്നും ചെയ്യേണ്ട, ഞാൻ അവളോട് എൻ്റെ ആവുന്നത്ര പറഞ്ഞതാണ്, പക്ഷെ അവൾ കേട്ടിട്ടില്ല. മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ പോയപ്പോൾ ലാസ്റ്റ് അവൾക്ക് തന്നെയല്ലേ എല്ലാ നഷ്ടങ്ങളും വന്നെന്നൊക്കെ ഉണ്ണി ഇങ്ങനെ പ്രതാപനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഇതിപ്പോൾ അമ്മേനോടും മോഹിനിയോടൊക്കെ വിളിച്ച് പറയുക, എങ്ങനെയാണ് കരുണമോളെ ആശ്വസിപ്പിക്കുക എന്നൊക്കെയുള്ള ആലോചനയിലാണ് അവരുള്ളത്. സാഗറിനെ കാണാനായിട്ട് മഞ്ജു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സാഗർ പറയുന്നുണ്ട്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ എന്തായാലും ഇതൊരു കുടുക്കിയതാണ്, ഇത് മേഘാതിൻ്റെ കെണി തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും സാഗരേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മഞ്ജു നേരെ പോകുന്നത് കണ്ണേട്ടൻ്റെ അടുത്തേക്കാണ്. കണ്ണേട്ടനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. കണ്ണേട്ട, എനിക്ക് വേറെ ആരുമില്ല, എന്നൊന്ന് രക്ഷിക്ക്, സാഗരേട്ടൻ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടിട്ടാണുള്ളത്, ഇത് മേഘാതിൻ്റെ ചതി തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, എന്തായാലും സാഗരേട്ടൻ ഇങ്ങനൊരു കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് നല്ലതുപോലെ ഉറപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ കണ്ണേട്ടനോട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയൂ, എന്നോട് ഇറങ്ങിക്കോ എന്ന് പറയാനുള്ള പൂർണ്ണാവകാശം കണ്ണേട്ടന് മാത്രമേ ഉള്ളൂ, പിന്നെ മഹാലക്ഷ്മിക്കും, അല്ലാണ്ട് വേറെ ആര് പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നടന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് വേറെ ആരും രക്ഷിക്കാൻ എന്നെ ഇല്ല, എന്നെ വേറെ ആരും സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് കണ്ണേട്ടനും മഹാലക്ഷ്മി ഇടത്തേക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാഗറിനും മഞ്ജുവിനും മോശമായിട്ട് എന്തെങ്കിലും വരണം എന്നൊരിക്കലും കണ്ണനും മഹാലക്ഷ്മി ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൻ എന്തായാലും സാഗറിനെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.